നിയമ നടപടിയാണ് മറുപടി. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷെഹനാസിന് വക്കീൽ നോട്ടീസ് അയച്ചു. അങ്ങനെ തന്നെയാണ് വേണ്ടത്. വ്യാജ പ്രചരണങ്ങളെ സത്യം കൊണ്ട് നമ്മൾ നേരിടണം. കള്ളപ്രചരണങ്ങളെ കോടതി നടപടി കൊണ്ട് നേരിടണം. അതിശക്തമായ രീതിയിൽ ഈ തിരിച്ചടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടമാണ്. രാഹുലിന് അതിന് അഭിവാദ്യങ്ങൾ നേരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ഷെഹനാസിനോട് 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഷെഹനാസിന്റെ, അതായത് ഷെഹനാസിന് ലീഗലി എങ്ങനെ മറുപടി പറയുന്നറിയാം. ഷെഹനാസ് മാസ് കളിക്കാൻ നോക്കിയതാണ്. ഷെഹനാസ് ഏത് രീതിയിൽ മറുപടി പറയുന്നറിയാം. ഷെഹനാസ് കഴിഞ്ഞ ദിവസം ഷെഹനാസ് IAS കാരിയാണ് എന്നൊക്കെ വ്യാജമായി അവകാശവാദം ഉന്നയിച്ച ഗുരുവായൂരപ്പൻ കോളേജിലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. നിയാസ് മലബാറിൽ സമാനമായ ധാരാളം ആരോപണങ്ങൾ ഷെഹനാസിന് നേരെ ഉയർന്നു വരികയും ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് പലപ്പോഴും പലർക്കെതിരെയുമുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ചെയ്യാത്തതിന്റെ റീസൺ പോസിറ്റീവാണ് സമൂഹത്തിൽ കൂടുതൽ വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഷെഹനാസ് അടക്കം ഈ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ, അധിക്ഷേപത്തിന്റെ രാഷ്ട്രീയം നടത്തുന്നവർക്കെതിരെ, മറ്റുള്ളവരെ അപമാനിച്ച് സ്റ്റാർ ആകാൻ നോക്കുന്നതിനെതിരെ നമ്മൾ പൊതുജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. കോൺഗ്രസ് ഷെഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ 3-ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ മോശക്കാരനായി ചിത്രീകരിച്ചുവെന്നും 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ പറഞ്ഞു. അപ്പോ ഷെഹനാസ് കുമളയൊക്കെ വിട്ട് അതിനൊരു വീഡിയോ മറുപടി എന്നോണം വിട്ടു എന്ന് പറയുന്നു. പക്ഷെ ഷെഹനാസെ ഒക്കെ ഈ ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ അടിക്കാനേ പറ്റും. കോടതി നടപടികൾ വരുമ്പോൾ, വ്യാജ ആരോപണങ്ങൾ വരുമ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനം കാണിക്കണം. ഷെഹനാസ് ഏതെങ്കിലും രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റുകളോ മറ്റോ പുറത്തു വിട്ടിട്ടില്ല. കയ്യിലെല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറം ഷെഹനാസിന്റെ എന്ത് തെളിവുകളാണുള്ളത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഷെഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. ഷെഹനാസ് ഈ 10 കോടി രൂപ, അത് 100 പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കാനായി ഈ നഷ്ടപരിഹാര തുക ചെലവഴിക്കുമെന്നും രാഹുൽ വക്കീൽ നോട്ടീസിൽ പറയുന്നു. അപ്പൊ ഷെഹനാസ് അടക്കമുള്ളവരെ ആ രീതിയിൽ തന്നെ വക്കീൽ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ നേരിടണം. പലപ്പോഴും ഈ സ്ത്രീകൾക്കൊരു വിചാരമുണ്ട്, ആണുങ്ങളെ എന്ത് പറഞ്ഞാലും അവർ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന്. ആണുങ്ങളെ എന്ത് പറഞ്ഞാലും അതിന് കേൾക്കാൻ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, മീഡിയക്കാർ സ്പേസ് കൊടുക്കും, അതുകൊണ്ട് അങ്ങ് സ്റ്റാർ ആയി കളയാം. അപ്പൊ ഷെഹനാസിനെതിരെ ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു, ഷെഹനാസിനെ തിരിച്ചധിക്ഷേപിക്കുകയല്ല, അപമാനിക്കുകയല്ല, മോശം വാക്കുകൾ ഉപയോഗിക്കുകയല്ല, പകരം കോടതി വഴി, നിയമം വഴി ഷെഹനാസ് അടക്കമുള്ള വ്യാജ പ്രചരണം നടത്തുന്നവർ, കള്ളം പറയുന്നവർ, ഒരു മടിയുമില്ലാതെ, തത്വദീക്ഷയില്ലാതെ സമൂഹത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക്, വ്യാജ പരാതികൾ ഉന്നയിക്കുന്ന ആൾക്കാർക്ക് എതിരെ നടപടികളുമായി പോകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ കൺഗ്രാറ്റ്സ്. ഇത് തന്നെയാണ്